ഇവർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ്. ശബരിമല ദർശനം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോവാണ്. അവിടുന്ന് ബൈക്ക് ഓടിച്ചാൽ വന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത്. എൻ്റെ ശബരിമല യാത്രയിൽ ആദ്യം കാണുന്ന ഗ്രൂപ്പ് ഇവരാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ഏകദേശം 2500 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് അവരിവിടെ ബൈക്കിലെത്തിയത്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വരെ ഈ ഗ്രൂപ്പിനകത്തിലുണ്ടായിരുന്നു. അത്രയും ദൂരം അവർ ബൈക്ക് ഓടിച്ചിട്ട് വരിക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പമ്പയിൽ കാറ് പാർക്ക് ചെയ്തിട്ട് പതുക്കെ യാത്ര തുടർന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് സുജിത്തും ഉണ്ടായിരുന്നു, ബാബു ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു ഈ യാത്ര. പമ്പ ക്ഷേത്രത്തിലെത്തി അവിടെ തൊഴുതിട്ട് പതുക്കെ ഇനി മല ചവിട്ടാൻ വേണ്ടി പോവുകയാണ്. പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല മല ചവിട്ടുക എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ്. എന്നാലും അയ്യപ്പനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പുറപ്പെട്ടതാണ്. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ എന്നാണല്ലോ. എന്നാൽ അതൊന്നും വകവെക്കാതെ ഞാൻ നടന്നു. പലപ്പോഴും ഭാരം തോന്നിയപ്പോൾ ശരണം വിളിച്ചുകൊണ്ട് പതിയെ യാത്ര തുടർന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയായതുകൊണ്ട് ശബരിമലയിൽ കയറാൻ പറ്റില്ലെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നാൽ ശബരിമലയിൽ അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ലെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയാണ് സന്നിധാനത്തിലെത്തിയത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അയ്യപ്പനെ കാണാനുള്ള സൗകര്യം അവിടെയുള്ളൊരു ചേട്ടൻ തന്നെ ഒരുക്കി തന്നു. പിന്നെ എല്ലാ കാര്യത്തിനും എന്നെ സഹായിച്ചത് പ്രിയ സുഹൃത്തേട്ടനും ബാബു ചേട്ടനുമാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ശബരിമല യാത്ര. ഞാൻ അങ്ങോട്ട് മല കയറിയ സമയത്ത് നല്ലതായിട്ട് വേർത്തൊഴുകിയപ്പോൾ 1-2 സ്വാമിമാരെനിക്ക് തോർത്തൊക്കെ ഇട്ട് വീശി തന്ന് ആ ചൂടൊക്കെ മാറ്റാനായിട്ട് അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു. ശബരിമലയ്ക്ക് പലപ്പോഴും എൻ്റെ കാറിൽ ഞാൻ ഓട്ടം പോയിട്ടുണ്ടെങ്കിലും പമ്പ വരെ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് മല കയറി നടന്നു പോയിട്ട് വന്നത്. ഞാൻ മല കയറുന്ന സമയത്ത് 3-4 സ്വാമിമാരെ ഇറങ്ങി വന്നവരെ തോർത്തിട്ട് വീശി തന്നെങ്കിൽ 100 കണക്കിന് സ്വാമിമാർക്ക് ഞാൻ ഇതുപോലെ തോർത്തൊക്കെ ഇട്ട് വീശി കൊടുത്തിട്ടാണ് പതുക്കെ മല ഇറങ്ങി വന്നത്. കാര്യം എനിക്ക് ചെയ്തതിൻ്റെ പ്രത്യുപകാരം തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ചെയ്യണമല്ലോ. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ശബരിമല യാത്ര. അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് പ്രിയ സുജിത്തേട്ടനും ബാബു ചേട്ടനുമാണ്. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാനും മറന്നുപോകല്ലേ. കാണാം. ജുബിൻ മാവേലിക്കര.